കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മുടെ ഹൈഡ്രോ കാർബൺസ് ചാപ്റ്ററിലെ ആൽക്കെയിൻ എന്ന ടോപ്പിക്കിനെ കുറിച്ചാണ് വളരെ വ്യക്തമായി പഠിച്ചത്. ആൽക്കെയിൻസ് എന്താണെന്ന് പറഞ്ഞു, അതിന്റെ നോമൻക്ലേച്ചറിനെ കുറിച്ച് പറഞ്ഞു, പ്രിപ്പറേഷനെ കുറിച്ച് പറഞ്ഞു, പ്രോപ്പർട്ടീസ് പറഞ്ഞു. ഇനി ലാസ്റ്റ് പറഞ്ഞു നിർത്തിയത് കൺഫർമേഷൻ എന്ന ടോപ്പിക്കാണ്. എല്ലാ ടോപ്പിക്കും വളരെ പ്രധാനപ്പെട്ടതാണ്, എല്ലാം വ്യക്തതയോടെ പഠിക്കേണ്ട ടോപ്പിക്കുമാണ്. ഇനി നമുക്ക് അടുത്ത ഈ ചാപ്റ്റർ നോക്കേണ്ട ടോപ്പിക് എന്ന് പറഞ്ഞാൽ ആൽക്കീൻസ്. ആൽക്കെയിനെ പോലെ തന്നെ പ്രധാനപ്പെട്ട ഒരു ക്ലാസ് ഓഫ് ഹൈഡ്രോ കാർബൺ ആണ് സാധനം ആൽക്കീൻ. എന്താണ് ആൽക്കീൻ എന്ന് അറിയാം. എന്താ ആൽക്കീൻസ് എന്ന് പറഞ്ഞാൽ? ആൽക്കീൻസ് ആർ unsaturated hydrocarbons containing carbon carbon double bond. അതായത് കാർബൺ ആറ്റങ്ങൾക്കിടയിൽ ഡബിൾ ബോണ്ടുകൾ പ്രസന്റ് ആയിരിക്കുന്ന അൺസാച്ചുറേറ്റഡ് ഹൈഡ്രോകാർബൺസിനെ പൊതുവായി പറയുന്ന പേരാണ് ആൽക്കീൻസ്. നിങ്ങൾ ഓർക്കേണ്ട കാര്യം, ആൽക്കീൻ ENE ആണെങ്കിൽ ഇടയിലുള്ള ബോണ്ട് എന്തായിരിക്കണം? ഡബിൾ ബോണ്ട്. കാർബൺ ആറ്റങ്ങൾക്കുള്ള ബോണ്ട് എന്ത് ബോണ്ട് ആയിരിക്കണം? ഡബിൾ ബോണ്ട്. ഇപ്പൊ കാർബൺ ആറ്റങ്ങൾക്കിടയിൽ ഡബിൾ ബോണ്ടുകൾ പ്രസന്റ് ആയിരിക്കുന്ന അൺസാച്ചുറേറ്റഡ് ഹൈഡ്രോകാർബൺസിനെ പൊതുവായി പറയുന്ന പേരാണ് സാധനം ആൽക്കീൻസ്. ഈ ആൽക്കീൻസിന്റെ ജനറൽ ഫോർമുല എന്ന് പറഞ്ഞാൽ CnH2n ആണ്. മറന്നു പോകരുത്. ആൽക്കീൻസിന്റെ ജനറൽ ഫോർമുല എന്താണ്? CnH2n ആണ് എന്നുകൂടെ ഓർക്കുക. ഇതിൽ നോക്കേണ്ടത് ഈ ആൽക്കീൻസിന്റെ നോമൻക്ലേച്ചർ. ആൽക്കീൻസ് നമുക്ക് എങ്ങനെ പേര് കൊടുക്കാം? നിങ്ങൾക്ക് ആൽക്കൈന് പേര് കൊടുക്കാൻ അറിയാമെങ്കിൽ ആൽക്കീന് പേര് കൊടുക്കുക വളരെ എളുപ്പമുള്ള കാര്യമാണ്, വളരെ സിമ്പിൾ ആയ കാര്യമാണ്. ആൽക്കൈന്റെ പേര് കൊടുക്കാൻ കൃത്യമായി അറിയാമെങ്കിൽ വളരെ സിമ്പിൾ ആണ്. നോക്കാം. ഞാൻ ഏറ്റവും സിംപ്ലസ്റ്റ് ആയിട്ട് ആൽക്കീൻ എഴുതാം. CH2 ഡബിൾ ബോണ്ട് CH2. ഇതൊരു ആൽക്കീനാണ് അല്ലേ? എങ്ങനെ മനസ്സിലായി? കാർബൺ ആറ്റങ്ങളുടെ ബോണ്ട് എന്ത് ബോണ്ടാണ്? ഡബിൾ ബോണ്ട് ആയതുകൊണ്ട് തന്നെ ആൽക്കീനാണ്. അതോടൊപ്പം ഈ ഫോർമുല ഫോളോ ചെയ്യുന്നുണ്ട്. നോക്കിയാൽ മനസ്സിലാകും. എത്ര കാർബൺ ആറ്റം ഉണ്ട് ഇവിടെ? 2. എത്ര ഹൈഡ്രജൻ ഉണ്ട് ഇവിടെ? 2 2 4. നോക്കിയേ, CnH2n അല്ലേ? 2 × 2 4. ആ ഫോർമുല ഫോളോ ചെയ്യുന്നുണ്ടല്ലോ. അതുകൊണ്ട് തന്നെ ഇതൊരു ആൽക്കീനാണ്. കാർബൺ ആറ്റങ്ങളുടെ ബോണ്ട് എന്ത് ബോണ്ടാണ്? ഡബിൾ ബോണ്ടാണ്. ഇതിന്റെ പേര് കൊടുക്കുന്ന വളരെ സിമ്പിൾ പരിപാടിയാണ്. കാർബൺ ആറ്റങ്ങളെ കൗണ്ട് ചെയ്യുക, അതിന്റെ വേർഡ് റൂട്ട് എഴുതുക, പ്ലസ് ആരെ ചേർക്കുക? ENE. ആൽക്കീനാകണം ചേർക്കുക ENE. ആൽക്കീനാകണം ചേർത്തു ENE ചേർത്തെങ്കിൽ ആൽക്കീനാകണം ചേർക്കണം ENE. അങ്ങനെ പേര് കൊടുക്കുക. കാർബൺ ആറ്റങ്ങളെ കൗണ്ട് ചെയ്യുക, വേർഡ് റൂട്ട് എഴുതുക, പ്ലസ് ആരെ ചേർക്കുക? ENE. ആരെ ചേർക്കുക? ENE. അങ്ങനെയെങ്കിൽ ഈ ആൽക്കീൻ എങ്ങനെ പേര് കൊടുക്കാം? എത്ര കാർബൺ ആറ്റം ഇവിടെ? 2. രണ്ടാമത് എന്താ വേർഡ് റൂട്ട്? എത്താണ്. പ്ലസ് ആരെ ചേർക്കുക? ENE. പേരെന്താ? ഈഥീൻ. സിമ്പിൾ അല്ലേ? അങ്ങനെയെങ്കിൽ നമുക്ക് ഇതിന്റെ പേര് നോക്കാം. ഇതൊരു ആൽക്കീൻ അല്ലേ? ആണ്. കാരണം എന്താ? ഡബിൾ ബോണ്ട് ഉണ്ട് അല്ലേ? അപ്പൊ ഇതിന് എങ്ങനെ പേര് കൊടുക്കുക? കാർബൺ ആറ്റം കൗണ്ട് ചെയ്യാം. 1 2 3 അല്ലേ? 3 കാർബൺ. എന്താ വേർഡ് റൂട്ട്? പ്രൊപ്പ്. ആരെ ചേർക്കുക? ആൽക്കീൻ ആയതുകൊണ്ട് ENE. പേരെന്താണ്? പ്രൊപ്പീൻ. പേരെന്താണ്? പ്രൊപ്പീൻ. അങ്ങനെയെങ്കിൽ ഇതിന്റെ പേരെന്താ? ഇതൊരു ആൽക്കീൻ ആണോ? ആണ്. കാരണം എന്തുണ്ട്? കാർബൺ ആറ്റങ്ങളുടെ ഡബിൾ ബോണ്ട് ഉണ്ട് അല്ലേ? അപ്പൊ എങ്ങനെ പേര് കൊടുക്കാം? കാർബൺ ആറ്റങ്ങളെ കൗണ്ട് ചെയ്യാം. 1 2 3 4. 4 കാർബൺ ആറ്റം. എന്താ വേർഡ് റൂട്ട്? ബ്യൂട്ട് അല്ലേ? ആരെ ചേർക്കുക? ആൽക്കീൻ ആയതുകൊണ്ട് ഈ പേരെന്താണ്? ബ്യൂട്ടീൻ. അങ്ങനെയെങ്കിൽ ഈ ആൽക്കീന്റെ പേരെന്ന് പറഞ്ഞു കൊടുത്തേ. ഇതൊരു ആൽക്കീൻ ആണോ? ആദ്യം ആണ്. കാരണം എന്താ? ഡബിൾ ബോണ്ട് അല്ലേ? കാർബൺ ആറ്റത്തിൽ എന്ത് ബോണ്ട് ഉണ്ട്? ഡബിൾ ബോണ്ട് ഉള്ളത് കൊണ്ട് തന്നെ ഇതൊരു ആൽക്കീൻ ആണ്. എങ്ങനെ പേര് കൊടുക്കാം? നേരത്തെ ചെയ്ത് പറഞ്ഞതുപോലെ കാർബൺ ആറ്റങ്ങളെ കൗണ്ട് ചെയ്യാം. 1 2 3 4. എത്ര കാർബൺ ആറ്റം? 4 കാർബൺ ആറ്റം അല്ലേ? 4 കാർബൺ. വേർഡ് റൂട്ട് എന്താ? ബ്യൂട്ട്. ആൽക്കീൻ ആയിട്ട് ആരെ ചേർക്കുക? ഈ ബ്യൂട്ടി. സംശയമുണ്ടോ? അപ്പം എങ്ങനെയാണ് നമ്മുടെ ആൽക്കീന് പേര് കൊടുക്കുക? കാർബൺ ആറ്റങ്ങളെ കൗണ്ട് ചെയ്യുക, വേർഡ് റൂട്ട് എഴുതുക, ഈൻ ചേർക്കുക. നിങ്ങളുടെ കൺഫ്യൂഷൻ വേണമെങ്കിൽ വരാം. 2 കോമ്പൗണ്ട് പേരും ബ്യൂട്ടീൻ തന്നെയാണ് അല്ലേ? ഇത് ബ്യൂട്ടീൻ, ഇത് ബ്യൂട്ടീൻ. പക്ഷെ സ്ട്രക്ചർ സെയിം ആണെന്ന് നോക്കി. ഇല്ല, ഡബിൾ ബോണ്ടിന്റെ പൊസിഷനിലൊക്കെ വ്യത്യാസം കാണുന്നുണ്ട് അല്ലേ? അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ആൽക്കീന് പേര് കൊടുക്കുമ്പോൾ ഓർത്ത് വെക്കേണ്ട മറ്റൊരു റൂളാണ്, തന്നിരിക്കുന്ന ആൽക്കീൻസിനകത്ത് മോർ ദാൻ 3 കാർബൺ ആറ്റംസ് ഉണ്ടെങ്കിൽ, മോർ ദാൻ
3 മറന്നു പോകരുത്. തന്നിരിക്കുന്ന ആൽക്കീൻസിനകത്ത് മോർ ദാൻ 3 കാർബൺ ആറ്റംസ് ഉണ്ടെങ്കിൽ ആ കാർബൺ ചെയിനിലെ കാർബൺ ആറ്റങ്ങൾക്ക് നമ്പർ കൊടുക്കണം. ശ്രദ്ധിക്കേണ്ട കാര്യം ഡബിൾ ബോണ്ട് അടങ്ങിയിരിക്കുന്ന കാർബണിന് ലീസ്റ്റ് നമ്പർ വരണം. ദാറ്റ് മീൻസ് ഇത് എത്ര കാർബൺ ആറ്റം ഉണ്ട്? 1 2 3 4. മോർ ദാൻ 3 അല്ലേ? 4 ആണ്. മോർ ദാൻ 3 ആണ്. നമ്പർ ചെയ്യണമല്ലോ. 1 2. രണ്ടാമത്തെ കാർബൺ ഡബിൾ ബോണ്ട് ഉണ്ട് അല്ലേ? 1 2 3 4. ഇവിടുത്തെ നമ്പർ ചെയ്താലോ 1 2. ശ്രദ്ധിക്കേണ്ട കാര്യം നിങ്ങൾ നമ്പർ ചെയ്യുമ്പോൾ സപ്പോസ് ഇവിടുത്തെ ലെഫ്റ്റ് സൈഡിൽ നമ്പർ ചെയ്തവിടെ ആദ്യം കാണുന്ന കാർബൺ ഇതാണ്. ഈ രണ്ട് കാർബൺ ആറ്റങ്ങൾക്കിടയിലാണ് ഡബിൾ ബോണ്ട് വരിക. നിങ്ങൾ ആദ്യം കാണുന്ന കാർബൺ ഏതാണോ അതിനെ കൗണ്ട് ചെയ്യണം. ഈ ഡബിൾ ബോണ്ട് ഈ കാർബണിന് മാത്രം സ്വന്തമല്ല, ഇതിന് മാത്രം സ്വന്തമല്ല, രണ്ടുപേർക്കും ബാധകമാണ് അല്ലേ? അപ്പൊ നിങ്ങൾ കൗണ്ട് ചെയ്ത് വരുമ്പോൾ ആദ്യം കാണുന്ന കാർബൺ നമ്പർ കൊടുക്കുക 1 2. ഇവിടെ നമ്പർ ഏതാണോ 1 2. ഇവിടെ നമ്പർ 2 തന്നെയല്ലേ? അപ്പൊ എങ്ങനെ പേര് കൊടുക്കും? ആ പൊസിഷൻ നമ്പർ എഴുതുക, ഹൈഫൻ ഇടുക. അപ്പൊ പേരെന്താ? 2 ബ്യൂട്ടി ഇങ്ങനെ എഴുതാം. അല്ലെങ്കിൽ എഴുതേണ്ട കറക്റ്റ് മാർഗം എന്ന് പറഞ്ഞാൽ വേർഡ് റൂട്ട് എഴുതുക. ബ്യൂട്ട് ഹൈഫൻ 2 ഹൈഫൻ ഇ. പേരെന്താണ്? ബ്യൂട്ട് 2e. പേരെന്താണ്? ബ്യൂട്ട് 2e. മറക്കാൻ പാടില്ല. വേർഡിനെയും ഡിജിറ്റിനെ സെപ്പറേറ്റ് നമ്മൾ നിർബന്ധമായും ഉപയോഗിച്ചിരിക്കണം, ഹൈഫൻ ഉപയോഗിച്ചിരിക്കണം. ബ്യൂട്ട് 2e. അപ്പോൾ ഇതിന്റെ പേരെന്താ? 1 2 3 4. മോർ ദാൻ 3 ആണ്. നമ്പർ ചെയ്യണം. നമ്പർ ചെയ്യാലോ 1 2 3. മൂന്നാമത്തെ കാർബൺ കിടപ്പുണ്ടല്ലേ ഡബിൾ ബോണ്ട്. തിരിച്ച് നമ്പർ ചെയ്താലോ 1 2 3 4. ഒന്നാമത്തെ കാർബൺ ഡബിൾ ബോണ്ട് അല്ലേ? ഒന്നാണോ മൂന്നാണോ ചെറുത്? ഒന്നാണോ മൂന്നാണോ ചെറുത്? ഒന്നാണ് ചെറുത് അല്ലേ? അതായത് നമ്മള് മോർ ദാൻ 3 കാർബൺ ആറ്റംസ് ഉണ്ടെങ്കിൽ ആ കാർബൺ ചെയിനിലെ കാർബൺ ആറ്റങ്ങൾക്ക് നമ്പർ ചെയ്യണം. ശ്രദ്ധിക്കേണ്ട കാര്യം ഡബിൾ ബോണ്ട് അടങ്ങിയിരിക്കുന്ന കാർബണിന് ലീസ്റ്റ് നമ്പർ വരണം. ദാറ്റ് ഈസ് 1 ആണോ 3 ആണോ ചെറുത്? 1. അപ്പോൾ എങ്ങനെ പേര് എഴുതാം? 1 ബ്യൂട്ടി. 1 ബ്യൂട്ടി. അല്ലെ എങ്ങനെ എഴുതാം? ബ്യൂട്ട് 1 e എന്ന് വേണമെങ്കിൽ എഴുതാം. സംശയമുണ്ടോ? ഇനി ഒരു കാര്യം കൂടെ മനസ്സിലാക്കുക. നമ്മൾ സാധാരണഗതിയിൽ 1 എന്ന നമ്പർ എഴുതിയില്ലെങ്കിലും വലിയ വിഷയമില്ല. ഈ കോമ്പൗണ്ട് നമുക്ക് എങ്ങനെ എഴുതാം? ബ്യൂട്ടി എന്ന് മാത്രം എഴുതിയാലും മതി എന്ന് ഓർത്തു വെച്ചേക്കുക. നമ്പർ കൊടുക്കണം. 1 എന്ന നമ്പർ കൊടുത്തില്ലെങ്കിലും വലിയ വിഷയമില്ല. കൊടുത്താൽ തെറ്റില്ല, കൊടുത്തില്ലെങ്കിലും പ്രശ്നമില്ല. അപ്പൊ നിങ്ങൾ അവിടെ പഠിക്കേണ്ട കാര്യം ഈ 1 എന്ന നമ്പർ കൊടുത്തില്ലെങ്കിൽ വിഷയമില്ല എന്ന് പറയുന്നതല്ല. ഞാൻ നിങ്ങളോട് പറയാണ് ഹെക്സീൻ. ഇതിന്റെ സ്ട്രക്ചർ വരയ്ക്കാൻ പറയാണ്. ഹെക്സീൻ നിങ്ങൾക്ക് മനസ്സിലായി? ഇതൊരു ആൽക്കീൻ ആണ്. എന്ത് കിടപ്പുണ്ട്? ഈ എത്ര കാർബൺ ആറ്റം ഉണ്ട്? ഹെക്സ് ആയതുകൊണ്ട് 6. വളരെ സിമ്പിൾ കാര്യമാണ്. 6 കാർബൺ നിരത്തി എഴുതുക. 2 3 4 5 6. നമ്മുടെ വിഷയം എവിടെ ഡബിൾ ബോണ്ട് കൊടുക്കുന്ന? ഡബിൾ ബോണ്ട് ഉണ്ടല്ലേ? ആൽക്കീനാകത്ത് ഉണ്ടാകും, ഡബിൾ ബോണ്ട് ഉണ്ടാകും. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് കൊടുക്കാൻ പറ്റുമോ ഡബിൾ ബോണ്ട്? അതാണ് നിങ്ങൾ അറിയേണ്ട കാര്യം. ഒരു കോമ്പൗണ്ടിനകത്ത് നമ്പർ കൊടുത്തിട്ടില്ല, ആൽക്കീനാണ്, അതിന്റെ പേര് എന്തിട്ടുണ്ട്, അതിന് നമ്പർ കൊടുത്തില്ല എങ്കിൽ ഡബിൾ ബോണ്ട് എവിടെ കൊടുക്കാൻ പാടുള്ളൂ? ഫസ്റ്റ് കാർബണിലെ കൊടുക്കാൻ പാടുള്ളൂ എന്ന് മനസ്സിലാക്കി വെച്ചേക്കുക. ബാക്കി ബാലൻസ് ആരംഭിച്ച് ഫില്ല് ചെയ്താൽ മതി. ഹൈഡ്രജൻ ഉപയോഗിച്ച് ഫില്ല് ചെയ്താൽ മതി. കാര്യം ഓർത്ത് വെച്ചേക്കണം. സിമ്പിൾ ആയ ഒരു കാര്യമാണ്. 1 എന്ന നമ്പർ കൊടുത്തില്ലെങ്കിലും വിഷയമില്ല എന്ന് പറയുന്നത് അറിയേണ്ട കാര്യം. ഞാൻ ചെറുതൊരു കോമ്പൗണ്ട് പറഞ്ഞിട്ട് സ്ട്രക്ചർ വരയ്ക്കാൻ പറഞ്ഞാൽ ഇവിടെ നമ്പർ പറഞ്ഞിട്ടില്ല എങ്കിൽ ഡബിൾ ബോണ്ട് എവിടെ കൊടുക്കാൻ പാടുള്ളൂ? ഫസ്റ്റ് കാർബണിലെ കൊടുക്കാൻ പാടുള്ളൂ എന്നുകൂടെ ഓർത്ത് വെച്ചാൽ വളരെ സിമ്പിൾ ആണ്. ഇത്രയേ ഉള്ളൂ നോമൻക്ലേച്ചർ എന്ന സംഭവം. ഓർക്കാൻ കഴിയുമല്ലോ? ആൽക്കീൻസിന് പേര് കൊടുക്കാൻ കൃത്യമായി മനസ്സിലാക്കുക. വേറെ വലിയ സംഭവമൊന്നുമില്ല. കാർബണാറ്റങ്ങളെ കൗണ്ട് ചെയ്യുക, വേർഡ് കൊണ്ടെടുക്കുക, ചേർക്കുക. പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം തന്നിരിക്കുന്ന ആൽക്കീൻസിനകത്ത് മോർ ദാൻ 3 കാർബൺ ആറ്റംസ് ഉണ്ടെങ്കിൽ ആ കാർബൺ ചെയിനിലെ കാർബൺ ആറ്റങ്ങൾ നമ്പർ ചെയ്യണം. ശ്രദ്ധിക്കേണ്ട കാര്യം ഡബിൾ ബോണ്ട് അടങ്ങിയിരിക്കുന്ന കാർബൺ എന്ത് വരണം? ലീസ്റ്റ് നമ്പർ വരണം. ആ പൊസിഷൻ നമ്പർ എഴുതുക, ഹൈഫൻ എഴുതുക, ആൽക്കീന്റെ പേര് എഴുതുക. അല്ലെങ്കിൽ വേർഡ് റൂട്ട് എഴുതുക, ഹൈഫൻ എഴുതുക, പൊസിഷൻ നമ്പർ എഴുതുക, ഹൈഫൻ എഴുതുക, എഴുതുക. ഓർക്കാൻ കഴിയില്ലേ? സിമ്പിൾ ആയി ഓർത്ത് വയ്ക്കുക. നോമൻക്ലേച്ചർ ഓഫ് ആൽക്കീൻ. ഇനി നമുക്ക് നോക്കേണ്ടത് ഈ ആൽക്കീൻ കാണിക്കുന്ന ഐസോമറിസം. ഈ ആൽക്കീൻസ് പ്രധാനമായും 3 ടൈപ്പ് ഐസോമറിസം കാണിക്കാറുണ്ട്. ടോട്ടലി 3 ഐസോമറിസം കാണിക്കാം. അതിലൊരെണ്ണം വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഒന്നാമത്തെ ടൈപ്പ് ഓഫ് ഐസോമറിസം, ആൽക്കീൻ കാണിക്കുന്ന ഒന്നാമത്തെ ടൈപ്പ് ഓഫ് ഐസോമറിസം എന്ന് പറഞ്ഞാൽ പൊസിഷൻ ഐസോമറിസം. നമ്മളിപ്പോൾ പരിചയപ്പെട്ട് കഴിഞ്ഞതേ ഉള്ളൂ കുറച്ച് പൊസിഷൻ ഐസോമറിസം. അതിന്റെ എക്സാമ്പിൾ നമുക്ക് മനസ്സിലാകും. എന്താണ് പൊസിഷൻ ഐസോമറിസം എന്ന് നിങ്ങൾക്ക് അറിയാം. സെയിം മോളിക്കുലർ ഫോർമുല ആയിരിക്കും,
ഫംഗ്ഷൻ ഗ്രൂപ്പിലെ പൊസിഷൻ മാത്രം ഡിഫറെന്റ് ആയിരിക്കും. സെയിം മോളിക്കുലർ ഫോമില ഫംഗ്ഷൻ ഗ്രൂപ്പിന്റെ പൊസിഷൻ മാത്രം എന്തായിരിക്കും ഡിഫറെന്റ് ആയിരിക്കും. ഞാൻ എക്സാമ്പിൾ ചെയ്തത് മനസ്സിലാകും. CH3 CH ഡബിൾ ബോണ്ട് CH CH ഇതൊരു ആൽക്കീൻ ആണല്ലോ. പേര് നമുക്കറിയാം. എന്താ ഇതിന്റെ പേര്? 1 2 3 4 നാല് കാർബൺ ഉണ്ട്. നമ്പർ ചെയ്യണം 1 2 1 2. അപ്പോൾ എന്താ പേര്? ബ്യൂട്ട് 2 E എന്ന് എഴുതാം. ഇവിടെ നോക്കിയേ CH3 CH2 CH ഡബിൾ ബോണ്ട് CH ഇതും ഒരു ആൽക്കീൻ തന്നെയാണ്. എത്ര കാർബൺ ഉണ്ട്? 1 2 3 4. പേരെന്താ? ബ്യൂട്ട്. നമ്പർ ചെയ്യട്ടെ 1 2 3 1 1 3 ആണ് ചെറുത് 3. അപ്പോൾ ബ്യൂട്ട് 1E. രണ്ട് കോമ്പൗണ്ട് നോക്കി, രണ്ടും ബ്യൂട്ടീനാ. പക്ഷെ എന്താ പ്രശ്നം? ഒന്നാമത്തെ കോമ്പൗണ്ടില് രണ്ടാമത്തെ കാർബണിലാണ് ഡബിൾ ബോണ്ട് എങ്കിൽ രണ്ടാമത്തെ കോമ്പൗണ്ടില് ഒന്നാമത്തെ കാർബണിലല്ല ഡബിൾ ബോണ്ട്. ദാറ്റ് മീൻസ് ആ ഡബിൾ ബോണ്ട് പൊസിഷനിൽ മാത്രമാണ് ഡിഫറൻസ് കാണിക്കുന്നത്. ബാക്കി കോമ്പൗണ്ട് എല്ലാം എന്താണ്? സെയിം ആണ്. ഇത്തരം കോമ്പൗണ്ടുകളെ പറഞ്ഞ പേരാണ് പൊസിഷൻ ഐസോമേഴ്സ്. ഐസോമറിസം പഠിച്ചിട്ടുണ്ട്. നമ്മൾ ആൽക്കീൻസ് എന്ത് കാണിക്കാറുണ്ട്? പൊസിഷൻ ഐസോമറിസം കാണിക്കാറുണ്ട്. പൊസിഷൻ ഐസോമറിസം. അതുപോലെ ആൽക്കീൻ കാണിക്കുന്ന മറ്റൊരു ടൈപ്പ് ഓഫ് ഐസോമറിസം ആണ് ചെയിൻ ഐസോമറിസം. ജസ്റ്റ് ഓർക്കാൻ മതി. എന്ത് കാണിക്കാറുണ്ട്? ചെയിൻ ഐസോമറിസവും ആൽക്കീൻസ് കാണിക്കാറുണ്ട്. അതിന് കോമ്പൗണ്ട് എഴുതാം. നിങ്ങൾക്ക് അറിയുന്ന കോമ്പൗണ്ട് തന്നെ എഴുതാം. CH3 CH2 CH ഡബിൾ ബോണ്ട് CH2. പേരെന്ന് പറഞ്ഞു കൊടുത്തേ. 1 2 3 4 നാല് കാർബൺ ആറ്റം ഇല്ലേ? ദാറ്റ് ഈസ് ബ്യൂട്ട് ആണ്. എത്രാമത്തെ കാർബൺ എടുക്കുക? 1 2 3 1 1 ആണ് 3 ആണ് ചെറുത് 1 ആണ്. അപ്പോൾ നമ്മൾ എടുക്കാൻ പേര് ബ്യൂട്ട് 1E അല്ലെങ്കിൽ ബ്യൂട്ടി എന്ന് കൊടുത്താലും മതി. ഓക്കേ. ഇതിന്റെ അടുത്തൊരു കോമ്പൗണ്ട് നോക്കിയേ. ഇത് ആൽക്കീൻ അല്ലേ? ആണ്. എങ്ങനെ മനസ്സിലായി? ഡബിൾ ബോണ്ട് കിടപ്പുണ്ട്. കാർബണുകൾക്ക് എന്ത് ബോണ്ട് ഉണ്ട്? ഡബിൾ ബോണ്ട് ഉള്ളത് കൊണ്ട് തന്നെ ഈ സാധനം എന്താണ്? ഒരു ആൽക്കീൻ ആണ് എന്ന് നമുക്ക് മനസ്സിലാകും. CH3 ഒരു ബ്രാഞ്ച് CH3 ഡബിൾ ബോണ്ട് CH. ഇതിന് പേര് കൊടുക്കാം. ആദ്യം എന്ത് ചെയ്യണം? നീളം കൂടി കാർബൺ ചെയിനെ കണ്ടുപിടിക്കാം. 1 2 3 1 2 3 മൂന്ന് കാർബൺ ആറ്റം. രണ്ട് ചെയിനേ ഉള്ളൂ. രണ്ട് എത്ര കാർബൺ ആറ്റം ഇതുണ്ട്? 3 കാർബൺ ആറ്റം. ഞാൻ ഏത് ചെയിൻ എടുക്കുക? ഞാൻ ഈ ചെയിൻ എടുക്കുന്നു. ഇവിടുത്തെ ബ്രാഞ്ച് ആരാ? ഇത് ബ്രാഞ്ച്. ഇനി എന്ത് ചെയ്യുക? ഈ കാർബൺ ചെയിനിലെ കാർബൺ നമ്പർ കൊടുക്കണം. ശ്രദ്ധിക്കേണ്ട കാര്യം, ഡബിൾ ബോണ്ട് അടങ്ങിയിരിക്കുന്ന കാർബൺ എന്ത് പറയണം? ലീസ്റ്റ് നമ്പർ പറയണം. നമ്പർ ചെയ്യാലോ 1 2 3. രണ്ടാമത്തെ കാർബൺ ഡബിൾ ബോണ്ട്. ബ്രാഞ്ച് നമ്പർ എന്താ നോക്കിയേ വേണ്ട. നമ്പർ ചെയ്യാലോ രണ്ടാമത്തെ കാർബൺ. ഇതിന് നമ്പർ ചെയ്താലോ 1 2 3. ഒന്നാമത്തെ കാർബൺ ഡബിൾ ബോണ്ട്. ഏതാ ലീസ്റ്റ്? 2 ആണോ 1 ആണോ? 1 ആണ്. വേറെ നമ്പർ എടുക്കണം 1 2 3 നമ്പർ എടുക്കണം. അങ്ങോട്ട് നമ്പറിന്റെ ആവശ്യമില്ല ഇല്ല. ഒന്നാമത്തെ കാർബണിൽ ഡബിൾ ബോണ്ട്, രണ്ടാമത്തെ കാർബണിൽ ബ്രാഞ്ച്. സിമ്പിൾ അല്ലേ? ഇനി ബ്രാഞ്ച് ആദ്യം എഴുതുക. 2 ബ്രാഞ്ചിന്റെ പേരെന്താ? ആൽക്കൈനിലൊക്കെ പഠിച്ചതാ. ഒരു കാർബൺ ആറ്റം റൂട്ട് വേർഡ് മെത്ത് ബ്രാഞ്ച് ആൻഡ് ആരെ ചേർക്കുക? YL. അപ്പൊ 2 മീഥൈൽ 1 2 3 അല്ലേ? അപ്പൊ എന്താ? പ്രൊപ്പ് 1 മീഥൈൽ 2 മീഥൈൽ പ്രൊപ്പ് 1 എന്നാണ് ഈ കോമ്പൗണ്ടിന്റെ പേര്. രണ്ട് ഡിഫറെന്റ് കോമ്പൗണ്ട്സ് അല്ലേ? ഇത് ബ്യൂട്ടീൻ ആണ്. ഈ സാധനം എന്താ? മീഥൈൽ പ്രൊപ്പീൻ. നമുക്ക് നോക്കാം മോളിക്യുലർ റൂൾ സെയിം ആണോ? 1 2 3 4. എത്ര കാർബൺ ആറ്റം? 4 കാർബൺ ആറ്റം. ഇതിലോ 1 2 3 4 സെയിം നമ്പർ ഓഫ് കാർബൺ. എത്ര ഹൈഡ്രജൻ? 3 2 5 6 8. 3 3 6 6 into 8. That is same molecular formula പക്ഷേ ഡിഫറെന്റ് കാർബൺ ചെയിൻസ് എങ്കിൽ അവയെ പറഞ്ഞ പേരാണ് തോന്നുന്നത് ചെയിൻ ഐസോമറിസം. അവിടെ നമുക്ക് മനസ്സിലായി ആൽക്കീൻസ് എന്തൊക്കെ ഐസോമറിസം കാണിക്കുന്നുണ്ട്? പൊസിഷൻ ഐസോമറിസം കാണിക്കുന്നുണ്ട്, ഒപ്പം ഐസോമറിസം കാണിക്കുന്നുണ്ട്, ചെയിൻ ഐസോമറിസം കാണിക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ഇതൊക്കെ സിമ്പിൾ ആയിട്ട് ഓർത്ത് വെച്ചേക്കുക. നമ്മൾ കോമ്പൗണ്ട് തന്നിട്ട് ഈ രണ്ട് കോമ്പൗണ്ട് കൊടുത്തിട്ട് ഏതരം ഐസോമറിസം കാണിക്കുന്നു എന്നൊക്കെയാണ് പരീക്ഷയ്ക്ക് ചോദിക്കാറുള്ളത്. ഓർത്ത് വെച്ചേക്കണം. സിമ്പിൾ ആയിട്ട് ഓർക്കാൻ കഴിയുന്ന കാര്യം. പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ടത് ആൽക്കീൻസ് കാണിക്കുന്ന മറ്റൊരു ടൈപ്പ് ഐസോമറിസം ആണ്. വളരെ വളരെ പ്രധാനപ്പെട്ടതാണ്. ഒരുപാട് തവണ റിപ്പീറ്റഡ് ആയിട്ട് എക്സാം ചോദിച്ചിട്ടുണ്ട്. ജിയോമെട്രിക്കൽ ഐസോമറിസം അല്ലെങ്കിൽ സിസ് ട്രാൻസ് ഐസോമറിസം. വളരെ വളരെ പ്രധാനപ്പെട്ടതാണ് ജിയോമെട്രിക്കൽ ഐസോമറിസം അല്ലെങ്കിൽ സിസ് ട്രാൻസ് ഐസോമറിസം.
ഏറ്റവും ആദ്യം ഓർക്കേണ്ട പോയിന്റ് സിമെട്രിക്കൽ ആൽക്കീൻസ് മാത്രം കാണിക്കുന്ന ടൈപ്പ് ഓഫ് ഐസോമറിസം ആണ് ജോമെട്രിക്കൽ അല്ലെങ്കിൽ സിസ് ട്രാൻസ് ഐസോമറിസം. സിമെട്രിക്കൽ ആൽക്കീൻസിൽ കാണിക്കാറുണ്ട്. ആൽക്കൈൻസും ഉണ്ട്, സിമെട്രിക്കൽ ആയിരിക്കണം. എന്തായിരിക്കണം? സിമെട്രിക്കൽ. എന്താ സിമെട്രിക്കൽ എന്ന് പറഞ്ഞാൽ ഡബിൾ ബോണ്ടിന്റെ ഇരുവശത്തുമുള്ള കാർബണിന്റെ എണ്ണം തുല്യമായിരിക്കണം. ഡബിൾ ബോണ്ട് ഇരുവശം എന്തായിരിക്കണം? തുല്യമാണെങ്കിൽ ഡബിൾ ബോണ്ട് ഇരുവശവും രണ്ട് സൈഡും ബോത്ത് സൈഡും ഈക്വൽ ആയിട്ടുള്ള കോമ്പൗണ്ടുകൾ മാത്രമേ എന്ത് കാണിക്കുന്നുള്ളൂ? ജോമെട്രിക്കൽ ഐസോമറിസം കാണിക്കുന്നുള്ളൂ. ഒരു എക്സാമ്പിൾ ഞാൻ എഴുതാം. CH3 CH ഡബിൾ ബോണ്ട് CH CH3. എന്താ ഇതിന്റെ പേരെന്ന് പറഞ്ഞു? നിങ്ങൾക്കറിയാം, വളരെ സിമ്പിൾ കോമ്പൗണ്ട് ആണ്. 1 2 3 4 നാല് കാർബൺ ആറ്റം. നമ്പർ ചെയ്യണം, മോർ ദാൻ 3 ആയതുകൊണ്ട് 1 2 3 4 2 യുടെ ഡബിൾ ബോണ്ട് 1 2 3 4 2 ഇങ്ങനെ 2 ഇങ്ങനെ 2 എന്തെടുക്കാം? 2 തന്നെ എടുക്കാം. അപ്പോൾ എന്താ പേര്? ബ്യൂട്ട് 2E അല്ലെങ്കിൽ എന്താ 2 ബ്യൂട്ടി. ബ്യൂട്ടി 2E അല്ലെങ്കിൽ ഇത് കൊടുക്കാം 2 ബ്യൂട്ടി എന്ന് വേണമെങ്കിലും കൊടുക്കാം. രണ്ടായാലും സെയിം തന്നെയാണ് അല്ലേ? ഇതിന്റെ സിസ് ട്രാൻസ് ഐസോമറിസം എന്ന് വരയ്ക്കാൻ അറിഞ്ഞിരിക്കണം. ഇതൊരു സിമെട്രിക്കൽ കോമ്പൗണ്ട് അല്ലേ? നോക്കാം. ഡബിൾ ബോണ്ട് കണ്ടല്ലോ, ഇരുവശം തുല്യമല്ലേ? CH3 CH CH3 CH. ഡബിൾ ബോണ്ട് ഇരുവശം എന്താണ്? തുല്യമാണ്, ഈക്വൽ ആയതുകൊണ്ട് തന്നെ കോമ്പൗണ്ട് എന്താണ്? സിമെട്രിക്കൽ ആണ്. ഇത് സിമെട്രിക്കൽ ആയതുകൊണ്ട് എന്ത് കാണിക്കാറുണ്ട്? ജോമെട്രിക്കൽ അല്ലെങ്കിൽ സിസ് ട്രാൻസ് ഐസോമറിസം കാണിക്കാറുണ്ട്. ഇതെങ്ങനെ വരയ്ക്കുമെന്ന് മനസ്സിലാക്കി വെച്ചേക്കണം. വളരെ സിമ്പിൾ ആണ്. ഡബിൾ ബോണ്ടുകൾ മാത്രം എടുക്കുക. കാർബൺ കാർബൺ ഡബിൾ ബോണ്ട്, കാർബൺ കാർബൺ ഡബിൾ ബോണ്ട്. ഇനി നമ്മൾ നോക്കേണ്ടത് ഈ കാർബണിൽ ഹൈഡ്രജൻ ഉണ്ട്, അപ്പോൾ എന്തുകൊണ്ട്? ഒരു CH3 ഉണ്ട്. ഈ കാർബണിൽ ഒരു ഹൈഡ്രജൻ ഉണ്ട്, ഒരു CH3 ഉണ്ട് അല്ലേ? അതാണ് ഓരോ കാർബണിലും കൊണ്ടിരിക്കുന്ന രണ്ട് ഗ്രൂപ്പുകൾ. ഞാൻ H ഇവിടെ എഴുതുന്നു. ഈ കാർബണിലെ H, ആ കാർബണിലെ CH3 കണ്ടായിരുന്നോ? ഈ കാർബണിലെ H, ഈ കാർബണിലെ CH3. രണ്ടാമത്തെ കാർബണിലും H ഉണ്ട്, അതേ കാർബൺ എന്തുകൊണ്ട്? CH3 ഉണ്ട്. അതേ കാർബൺ കാർബൺ ഡബിൾ ബോണ്ട് ഞാൻ എഴുതി, കണ്ടായിരുന്നു. ഒന്നാമത്തെ കാർബൺ എന്തുണ്ട്? H ഉണ്ട്, അതേ കാർബൺ എന്തുകൊണ്ട്? CH3 ഉണ്ട്. രണ്ടാമത്തെ കാർബണിലും H ഉണ്ട്, അതുപോലെ എന്തുകൊണ്ട്? CH3 ഉണ്ട്. രണ്ടും സെയിം കോമ്പൗണ്ട്, വ്യത്യാസമൊന്നുമില്ല. ഇത് നോക്കിയാൽ മനസ്സിലാകും. CH3 CH ഡബിൾ ബോണ്ട് CH CH3 സെയിം തന്നെ. നോക്കി, CH3 CH ഡബിൾ ബോണ്ട് CH CH3 രണ്ടും 2 ബ്യൂട്ടിയാണ്. എന്താ വ്യത്യാസം നോക്കി നിങ്ങൾക്ക് മനസ്സിലാകും. ഇവരെ സെയിം ഗ്രൂപ്പുകൾ. ഇപ്പൊ ഈ കാർബണിന്റെ ഗ്രൂപ്പിൽ H CH3, ഈ കാർബൺ എന്തുണ്ട്? H ഉണ്ട്, CH3 ഉണ്ട്. ഈ കാർബൺ എന്തുണ്ട്? H CH3 അല്ലേ? സെയിം ഗ്രൂപ്പുകളില്ലേ? രണ്ട് കാർബണിലും സെയിം ഗ്രൂപ്പുകളുണ്ട്. സെയിം ഗ്രൂപ്പുകൾ ഒരേ സൈഡിൽ വന്നാൽ, സെയിം ഗ്രൂപ്പുകൾ ഒരേ സൈഡിൽ വന്നാൽ അവയെ പറഞ്ഞ പേരാണ് സിസ് ഐസോമർ എന്ന് പറയും. സിസ് ഐസോമർ. സെയിം ഗ്രൂപ്പുകൾ സെയിം സൈഡിലാണെങ്കിൽ അവയെ പറഞ്ഞ പേരാണ് സിസ് ഐസോമർ. ഇവിടെ നോക്കിയേ, സെയിം ഗ്രൂപ്പ് ആണോ? ഒരേ സൈഡിൽ സെയിം ഗ്രൂപ്പ് ആണോ? ഒരേ സൈഡിൽ സെയിം ഗ്രൂപ്പ് ആണോ? അല്ല. ഒരേ സൈഡിൽ സെയിം ഗ്രൂപ്പുകളാണെങ്കിൽ അവയെ സിസ് ഐസോമറുകൾ എന്ന് പറയും. അല്ലെങ്കിൽ അവയെ പറഞ്ഞു പറയാം ട്രാൻസ് ഐസോമർ എന്ന് പറയും. ഇവിടെ ആരാ സിസ് ഐസോമർ? നോക്കുക, ഒരേ ഗ്രൂപ്പുകൾ ഒരേ സൈഡിൽ ഉള്ളതുകൊണ്ട് ഒരു സിസ് ഐസോമറും, ഒരേ ഗ്രൂപ്പുകൾ ഒരേ സൈഡിൽ വരാതെ ഓപ്പോസിറ്റ് സൈഡിൽ വന്നാണ് എന്ന് പറയാം ട്രാൻസ് ഐസോമർ എന്നും പറയാം. വളരെ സിമ്പിൾ ആയിട്ട് ഓർത്ത് വെച്ചേക്കുക. എക്സാമിന് കൃത്യമായി ചോദിച്ചിട്ടുണ്ട്. 2 ബ്യൂട്ടിയും കാണിക്കുന്ന ഐസോമറിസം ഏതാണ്? ജിയോമെട്രിക്കൽ അല്ലെങ്കിൽ സിസ് ട്രാൻസ് ഐസോമറിസം. അത് വരയ്ക്കാനും പഠിച്ചു വെച്ചേക്കണം. ഡബിൾ ബോണ്ടുകൾ മാത്രം എഴുതുക, അതിനകത്ത് ഗ്രൂപ്പുകൾ ബോണ്ട് ചെയ്യുക. സെയിം ഗ്രൂപ്പുകളെ സെയിം സൈഡിൽ പിടിച്ചെഴുതിയ സിസ്, ഓപ്പോസിറ്റിലാക്കി എഴുതി കഴിഞ്ഞാൽ എന്താണ്? ട്രാൻസ്. അപ്പോൾ എക്സാമ്പിൾ കൊണ്ടാണ് ഞാൻ എഴുതാം. ഇവിടേക്ക് നോക്കി, ഇതൊരു ആൽക്കീനാണ് അല്ലേ? എങ്ങനെ മനസ്സിലാക്കിയാണെന്ന്? ഡബിൾ ബോണ്ട്, കാർബൺ ആറ്റങ്ങൾക്കിടയിൽ ഡബിൾ ബോണ്ട്. ഇത് സിമെട്രിക്കൽ ആണോ? നോക്കുക, ഡബിൾ ബോണ്ട് ഇപ്പുറത്ത് CH3 CH2 CH3. ഇവിടെ അത് തന്നെയാണ്, CH3 CH2 CH3 സെയിം അല്ലേ? അതുകൊണ്ട് സാധനം എന്താണ്? സിമെട്രിക്കൽ ആണ്. അപ്പൊ സിമെട്രിക്കൽ ആയതുകൊണ്ട് ഈ ആൾക്ക് എന്താ ഐസോമറിസം കാണിക്കും? ജോമെട്രിക്കൽ അല്ലെങ്കിൽ സിസ് ട്രാൻസ് ഐസോമറിസം കാണിക്കും. നമുക്ക് വരച്ചു നോക്കാം. നിങ്ങൾ ആരെ മാത്രം നോക്കുക? കാർബൺ കാർബൺ ഡബിൾ ബോണ്ട് മാത്രം നോക്കുക. കാർബൺ കാർബൺ ഡബിൾ ബോണ്ട് മാത്രം എഴുതി. ഈ കാർബൺ രണ്ട് ഗ്രൂപ്പുകളില്ലേ? CH3 CH2 ഗ്രൂപ്പും ഒരു CH3 ഗ്രൂപ്പും.
തന്നല്ലോ. ഞാൻ ഇവിടെ എഴുതുന്നു CH3 CH2 CH3. പ്രശ്നമില്ലല്ലോ. രണ്ടാമത്തെ കാർബണിലുണ്ട് ഒരു CH3 ഗ്രൂപ്പും CH2 CH3 ഗ്രൂപ്പും അല്ലേ? നോക്കുക, CH3 ഞാൻ എഴുതി, CH2 CH3 എഴുതി. ഇങ്ങനെ തന്നെ വേണം നിർബന്ധമില്ലല്ലോ. കാർബൺ ഡബിൾ ബോണ്ട് മാത്രം എഴുതി. ഈ കാണുന്ന എന്ത് ഗ്രൂപ്പ് ഉണ്ട്? CH3 ഗ്രൂപ്പ് ഉണ്ട്. ഒപ്പം എന്ത് ഗ്രൂപ്പ് ഉണ്ട്? CH2 CH3 ഗ്രൂപ്പ് ഉണ്ട്. രണ്ടാമത്തെ കാർബൺ എന്തുണ്ട്? ഒരു CH3 ഗ്രൂപ്പ് ഉണ്ട്. അതുപോലെ എന്ത് ഗ്രൂപ്പ് ഉണ്ട്? CH2 CH3 ഗ്രൂപ്പ് ഉണ്ട് അല്ലേ? കൺഫ്യൂഷൻ ഉണ്ടോ? ഇനി നോക്കാം. സെയിം ഗ്രൂപ്പുകൾ ഒരേ സൈഡിൽ വന്നവർക്ക് പറയാം സിസ് എന്നും, ഓപ്പോസിറ്റ് ആണ് നമുക്ക് പറയാം ട്രാൻസ് എന്നും പറയാം. നോക്കിയേ, സെയിം ഗ്രൂപ്പുകൾ അല്ലേ കിടക്കുന്നത്? സെയിം ഗ്രൂപ്പ് അല്ലേ കിടക്കുന്നത് സെയിം സൈഡിൽ? അതുകൊണ്ട് ഈ കോമ്പൗണ്ട് എന്തായിരിക്കും? സിസ് ഐസോമർ ആയിരിക്കും. സെയിം ഗ്രൂപ്പ് ആണോ? അല്ല. സെയിം ഗ്രൂപ്പ് ആണോ? അല്ല. അപ്പോൾ അതുകൊണ്ട് ഈ സാധനം എന്താണ്? ട്രാൻസ് ഐസോമർ എന്ന് പറയാം. അതായത് ഈ കാർബണിലെ ഗ്രൂപ്പ് സെയിം ഗ്രൂപ്പും ഈ കാർബണിലെ സെയിം ഒരുപോലുള്ള ഗ്രൂപ്പുകൾ, രണ്ട് കാർബണിലെ ഒരുപോലുള്ള ഗ്രൂപ്പുകൾ ഒരേ സൈഡിൽ വന്നാൽ നമുക്ക് പറയാം സിസ് ഐസോമർ. ഓപ്പോസിറ്റ് ആണെങ്കിൽ നമുക്ക് പറയാം ട്രാൻസ് ഐസോമർ എന്ന് പറയും. വളരെ ഇമ്പോർട്ടന്റ് ആണ്, പഠിച്ചു വെച്ചിരിക്കുക. ജോമെട്രിക് ഐസോമറിസം വളരെ വളരെ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കേണ്ടത്. ഓർത്ത് വെച്ചേക്കുക. എന്താണ് ആൽക്കീൻസ്? ആൽക്കീൻസ് എങ്ങനെ പേര് കൊടുക്കാം? then ആൽക്കീൻസിന്റെ ഐസോമറിസം അത് ഏറ്റവും പ്രധാനം ജോമെട്രിക്കൽ അല്ലെങ്കിൽ സിസ് ട്രാൻസ് കൃത്യമായി പരീക്ഷയ്ക്ക് ചോദിക്കുന്നുണ്ട്.